മുണ്ടക്കൈ ചിറ്റിലപ്പള്ളി വീട്ടിലെ റെജീന അബ്രഹാമിന് ദുരന്തത്തിൽ നഷ്ടമായത് ഭർത്താവിനെയും 2 മക്കളെയുമാണ്. ഉരുൾപൊട്ടലിൽ റെജീനയും ഏറെ നേരം ഒഴുക്കിൽപ്പെട്ടുപോയി. വലിയൊരു പാറക്കല്ല് തലയിൽ വന്നിടിച്ചു. ചെളിയിൽ ഒഴുകിക്കൊണ്ട് പോകുമ്പോൾ വലിയ പാറക്കല്ലൊക്കെ വന്നിട്ട് തലയിൽ വന്ന് ഇടിച്ചു. അപ്പോൾ തല മരവിച്ച് പോയിരുന്നു. ഇവരെന്നെ വണ്ടിയിൽ എടുത്തിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴാണ് രണ്ടാമത് പൊട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓടിയത്. ഗുരുതരമായി പരിക്കേറ്റ 1 മാസത്തോളം ചികിത്സയിലായിരുന്ന റെജീന ഇപ്പോൾ സഹോദരി മറിയാമ്മയുടെ കൂടെയാണ് താമസം. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയുള്ള റെജീന കൽപ്പറ്റ ജല അതോറിറ്റിയിൽ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു. അതിജീവനത്തിന്റെ പാതയിൽ ഏറ്റവും അത്യാവശ്യം ഒരു ജോലിയാണ്. PSC എഴുതിയിട്ടുണ്ടോന്നും കിട്ടിയിട്ടില്ല. റാങ്ക് ലിസ്റ്റിലൊക്കെ പേരുള്ളതാണ്. അപ്പോൾ ടെമ്പററി ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ അത് സ്ഥിരമാക്കി കൊടുക്കണം. എന്തായാലും ഒരു ജോലി അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. ഉരുൾപൊട്ടലിന് തലേ ദിവസം മഴ ശക്തമായതിനെ തുടർന്ന് റെജീനയും ഭർത്താവ് ജോണിയും മക്കളായ അഭിനവിനും അനുഗ്രഹനുമൊപ്പം സുരക്ഷിതമെന്ന് കരുതിയ എസ്റ്റേറ്റ് പാടിയിലേക്ക് താമസം മാറിയിരുന്നു. അവിടേക്കാണ് മലവെള്ളവും പാറക്കല്ലുകളും ഇരച്ചെത്തിയത്. വനറാണി എസ്റ്റേറ്റിലെ സൂപ്പർവൈസറായിരുന്നു ജോണി. മാതൃഭൂമി ന്യൂസ്, വയനാട്.